എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം എയർപോർട്ടിലെ IB ജീവനക്കാരിയായിരുന്ന മേഘയുടെ മരണത്തെ, ആത്മഹത്യയെക്കുറിച്ചാണ് നാം ഇന്നലെ പത്രങ്ങളിലും ന്യൂസുകളിലെല്ലാം നാം കണ്ടുകൊണ്ടിരുന്നത്. ഒരു 25 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് ഒരു IB ജീവനക്കാരിയാവുക എന്നത് ചെറിയൊരു കാര്യമല്ല. അത്രയും ഇൻ്റലിജൻ്റായ ഒരു കുട്ടി പെട്ടെന്ന് മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് പോകണമെങ്കിൽ അതിനൊരു തക്കതായ കാരണമുണ്ടായിരിക്കും. ബുദ്ധി കൂർമ്മതയുമുള്ള ഒരു കുട്ടിക്ക് മാത്രമേ ഇങ്ങനെയൊരു ഇൻ്റലിജൻറ്റ് ബ്യൂറോയിൽ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ കയറി പറ്റാനാവൂ. പല ദിവസങ്ങളിലും നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റുമായിട്ട് കഴിഞ്ഞു പോവുകയായിരുന്ന മേഘ എന്ന പെൺകുട്ടി ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇഞ്ചക്കൽ ഭാഗത്താണ് ആ കുട്ടിയുടെ റൂം ഉണ്ടായിരുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കുട്ടി റെയിൽവേ ട്രാക്കിലേക്ക് പോവുകയും ആത്മഹത്യ ചെയ്യുകയും ഉണ്ടായത്. മേഘയുടെ അച്ഛൻ മധുസൂദനൻ റിട്ടയർഡ് പ്രിൻസിപ്പളും അമ്മ നിഷ കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥയുമാണ്. ഇവർക്കുണ്ടായ ഏക മകളാണ് ഈ മേഘ. മേഘ രാവിലെ ജയന്തി ജനത എക്സ്പ്രസ്സിലെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുമ്പോൾ അപ്പോഴും അവൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഫോണിൻ്റെ വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. IB ജോലി കിട്ടിയ സമയത്ത് അവൾ ട്രെയിനിങ്ങിന് പോയിടത്ത് മലപ്പുറം ജില്ലയിലുള്ള ഒരു യുവാവുമായി ആ കുട്ടിക്ക് ഒരു സൗഹൃദമുണ്ടായിരുന്നു. ഈ ഒരു സൗഹൃദമാണോ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ള സംശയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഫോൺ വിളിയിലെ ദുരൂഹത കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ സൗഹൃദം വിവാഹത്തിലെത്തുമെന്ന ഘട്ടത്തിൽ യുവാവ് ഇതിൽ നിന്നും പിന്മാറിയതാണ് മനോവിഷമത്തിന് കാരണമെന്നാണ് ഫോൺ രേഖകൾ പരിശോധിച്ച ശേഷം പോലീസിന്റെ പ്രാഥമിക നിഗമനം. നമുക്ക് മേഘയുടെ അച്ഛൻ്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. അതായത് അവള് 7 മണിക്ക് നമ്മളെ വിളിച്ചിരുന്നു. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഈ റൂമിലേക്ക് പോകുന്ന വഴിക്കൊന്നും റെയിൽവേ ക്രോസോ ട്രാക്കോ ഇല്ല. പക്ഷേങ്കിൽ അവള് ആ റൂട്ട് ഉപേക്ഷിച്ചിട്ട് വേറെ റൂട്ടിലേക്ക് പോയി, ട്രാക്കിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആരെങ്കിലും അവളെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നോ ഒരു സംശയമാണ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത്. ഇല്ല, സാധാരണ 7 മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോവുകയാണ്. കാപ്പി രാവിലെ കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് പാഴ്സൽ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം പിന്നെ നമ്മളത് വിട്ടു. പിന്നെ അതിനെ പറ്റിയില്ലല്ലോ. പിന്നെ 10 മണിയായപ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ ട്രെയിനിൽ അപകടം സംഭവിച്ചു വന്നു. അപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത്. കാരണം ഈ റൂമിൽ പോകുന്ന വഴിക്ക് ചാക്ക ജംഗ്ഷനിലാണ്. അവിടെ ഇപ്പം റെയിൽവേ ട്രാക്കോ അങ്ങനെയുള്ള ഒന്നുമില്ല. പക്ഷേ ഇത് കുറച്ച് അകലെയുള്ള റെയിൽവേ ട്രാക്കിലൂടെ പോകണമെങ്കിൽ അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകണം എന്നാണ് സംശയം. ഇന്നത്തെ കാലത്തെ കുട്ടികളെല്ലാവരും സ്വന്തമായി ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇന്നുള്ള എല്ലാ കുട്ടികളും ജീവിക്കുന്നത്. ഇത്രയും നല്ലൊരു ജോലി കിട്ടിയിട്ടും ഈ കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? വളരെയധികം വിഷമമുണ്ട് ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ. എന്തുകൊണ്ട് ഈ കുട്ടി തൻ്റെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുന്നില്ല? മേഘ ജോലിയിൽ പ്രവേശിച്ചിട്ട് ആകെ 1 വർഷം മാത്രമാണ് ആയിട്ടുള്ളത്. ഈ കുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുള്ള ഒരു പ്രധാന കാരണം പ്രണയ നൈരാശ്യമാണ്. ഇത് വലിയൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.